ഒരു മികച്ച ഭരണാധികാരി, പ്രചോദിപ്പിക്കുന്ന നേതാവ്. പക്ഷെ ഇത് മാത്രമല്ല, നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തിയാണ് ഈ ഇന്റർവ്യൂ ലാലേട്ടൻ മുന്നോട്ട് കൊണ്ടുവന്നത്. ലാലേട്ടന് ഇത്രയധികം പ്രചോദനം ഉൾക്കൊള്ളാൻ പാകത്തിന് നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത് എന്താണ് ചെയ്തിട്ടുള്ളത്? ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മൂല്യം ഇടിഞ്ഞ കറൻസിയായി ഇന്ത്യൻ രൂപ, ലോകശക്തിയായ അമേരിക്കയുടെ പോലും കാല് നക്കുന്ന ഒരു രാജ്യമാക്കി മാറ്റി ഇന്ത്യയെ. പിന്നെ ലാലേട്ടന് ഇത്രയധികം പ്രചോദനമാകാൻ പാകത്തിന് ഇന്ത്യ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ: ഗുജറാത്ത് കലാപം, ബാബറി കലാപം, മണിപ്പൂര് കലാപം, ഡൽഹി കലാപം, അതുപോലെ ബിൽക്കിസ് ബാനുവിനെ ബലാത്സംഗം ചെയ്ത് അവരുടെ പിഞ്ചു കുഞ്ഞിനെ നിലത്തടിച്ചു കൊന്നത് ലാലേട്ടന് പ്രചോദനമായി കാണും. അതുപോലെ ഗർഭിണിയുടെ വയറ്റിൽ ശൂലം കുത്തിയിറക്കി ഭ്രൂണം പുറത്തെടുത്തത് പ്രചോദനമായി കാണും. അതുപോലെ കൊച്ചുകുട്ടികളുടെ വായിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് പ്രചോദനമായി കാണും. മണിപ്പൂരിൽ 2 സ്ത്രീകളെ വിവസ്ത്രയാക്കി ബലാത്സംഗം ചെയ്ത് അത് ചിത്രീകരിച്ച് വൈറലാക്കിയത് പ്രചോദനമായി കാണും. ഗ്രഹാം സ്ട്രീറ്റിനെയും കുടുംബത്തെയും പച്ചയ്ക്ക് കൊളുത്തിക്കൊന്നത് പ്രചോദനമായിട്ടുണ്ടാവും. ഇന്ന് കേരളത്തിന്റെ റിസോഴ്സ് എല്ലാം കട്ടുമുടിച്ച് നമ്മുടെ നികുതി പണം തരാതിരിക്കുന്നതിലും പ്രചോദനം ഉണ്ടായിട്ടുണ്ടാവും. മനസ്സിലാക്കണം, ജാതി മത ഭേദമില്ലാതെ കേരളം വളർത്തിവിട്ട ഒരു മഹാനടനാണ് ഇന്ന് കേരളത്തിന് ഇത്രയും വലിയ അപകടകരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് തള്ളിവിടുന്നത്. പൂത്ത കാശിന്റെ കാര്യത്തിലല്ലാതെ ഇവനൊക്കെ ഏത് രീതിയിൽ കേരളത്തെ സംരക്ഷിക്കുന്നുണ്ടെന്ന് പറ. കേരളത്തിലും നോർത്ത് ഇന്ത്യയിലെ ഇതേ അവസ്ഥ വരണമെന്നാണ് ഇവനൊക്കെ ആഗ്രഹിക്കുന്നത്. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഉണ്ട ചോറിന് നന്ദി വേണമെന്ന്. ഇവനൊക്കെ തിന്നു കൊഴുക്കുന്നത് ഒരു ടിക്കറ്റിന്റെ ബലത്തിലാണ്. ആ ഒരു ടിക്കറ്റിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന പൈസയുടെ ബലത്തിലാണ്. കക്ഷിയുടെ ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. പുള്ളി ഇരിക്കുന്നതിന്റെ പുറകിലായിട്ട് തന്നെ ഒരു ചുവന്ന കൊടിയും അരിവാൾ ചുറ്റിയും വെച്ചിട്ടുണ്ട്. പൊതുവെ താനൊരു മണ്ടനാണ് എന്ന് പുള്ളി ഓൾറെഡി കാണുന്നവരെ അറിയിച്ചുകൊണ്ടാണ് പുള്ളി പിന്നെ വീഡിയോ ചെയ്തിരിക്കുന്നത്. പുള്ളി പുറകിൽ തൂക്കിയിരിക്കുന്ന ചുമന്ന കൊടിയും അരിവാൾ ചുറ്റികയുമാണ് പുള്ളി ഇത്ര വലിയ സംഭവമായിട്ട് കാണുന്നതെങ്കിൽ, എന്റെ പൊന്നുമോനെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊന്നൊടുക്കിയ പ്രത്യയശാസ്ത്രം ഏതാന്ന് ചോദിച്ചാൽ നിന്റെ പുറകിൽ കാണുന്ന ചുവന്ന കൊടിയും അരിവാൾ ചുറ്റിയുമാണ്. ഏകദേശം 10 കോടിക്ക് മുകളിൽ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നൊടുക്കിയ ഏകാധിപതികളുടെ ലിസ്റ്റ് നീ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3-ാം സ്ഥാനത്ത് മാത്രമേ ഹിറ്റ്ലറെ കാണാൻ കഴിയുള്ളൂ. 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് മാവോ സെ തൂങ്ങാണ്. ഏകദേശം 4.5 മുതൽ 7.5 കോടിയോളം ആൾക്കാരെ കൊന്നൊടുക്കി എന്നാണ് ചരിത്രം. 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ജോസഫ് സ്റ്റാലിനാണ്. ഏകദേശം 4.5 കോടിയോളം ആൾക്കാരെ കൊന്നൊടുക്കിയ ആളാണ് ജോസഫ് സ്റ്റാലിൻ എന്നാണ് പറയുന്നത്. ഈ മാവോ സെ തൂങ്, നിന്നെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ മണ്ടനാണ്, പുറകിൽ അരിവാൾ ചുറ്റികയും ചുമന്ന കൊടിയും കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചു എന്ന്. അതിനൊരു 1-ാം ക്ലാസ് എക്സാമ്പിൾ ആണ് മാവോ സെ തൂങ്. പണ്ട് പുള്ളി കുരുവികളാണ് ധാന്യങ്ങൾ തിന്നൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി നാട്ടിലുള്ള കുരുവികളെ മുഴുവൻ കൊന്നൊടുക്കാനായിട്ട് ചൈനയുള്ള ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു. ലക്ഷക്കണക്കിന് കുരുവികളെ ജനങ്ങൾ കൊന്നൊടുക്കി. അത് കഴിഞ്ഞപ്പോഴാണ് ഈ മാവോ സെ തൂങ് എന്ന മണ്ടന് മനസ്സിലായത് ഈ പുഴുക്കളെയും വെട്ടിക്കിളികളെയും തിന്നാനായിട്ട് കുരുവികൾ ആവശ്യമുണ്ടെന്ന്. അതിനെ തുടർന്നുണ്ടായ വലിയ ക്ഷാമത്തിൽ ചൈനയിൽ ഏകദേശം 1.5 കോടി മുതൽ 2.5 കോടിയോളം പേർ പട്ടിണി കിടന്ന് മരിച്ചു എന്നാണ് പറയുന്നത്. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് കൾച്ചറൽ സിവിലൈസേഷൻ എന്നാൽ എന്തൊക്കെ എന്ന് താൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ മനസ്സിലാവും എന്താണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മണ്ടത്തരം എന്നുള്ളത്. പിന്നെ ജോസഫ് സ്റ്റാലിൻ കൊന്നൊടുക്കേണ്ട കണക്കെടുക്കാനാണെങ്കിൽ നീ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചു വെക്കണം. കളക്ടിവൈസേഷൻ, ഗ്രേറ്റ് പർജ്, ഗുലാഗ് തുടങ്ങിയ സാധനങ്ങൾ എന്താന്ന് കൂടി താൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊക്കെ വേണം ഈ മണ്ടത്തരങ്ങൾ വന്നിരുന്ന് പറയാൻ. പിന്നെ താൻ ദൂരോട്ടൊന്നും പോണ്ട. ഈ ഇന്ത്യയിൽ തന്നെ ബംഗ്ലാദേശിൽ നടത്തിയിട്ടുള്ള നന്ദിഗ്രാം, സിംഗൂർ തുടങ്ങിയ ദേശങ്ങളിൽ അവിടുത്തെ കർഷകർ ദളിതർ ഉൾപ്പെടുന്ന കർഷകർക്ക് നേരെ നിഷ്കരുണം നടത്തിയ വെടിവെപ്പിൽ കൊല ചെയ്യപ്പെട്ട ആൾക്കാരുടെ എണ്ണം. ഇതൊന്നും പോണ്ട. തനിക്ക് മാരിച്ചാപ്പി സംഭവം എന്താണെന്നറിയോ? ശൂദ്രരായിട്ടുള്ള ആൾക്കാർ, ബംഗ്ലാദേശിൽ നിന്നും കുടിയേറി ഇന്ത്യയിലേക്ക് വന്ന ശൂദ്രരായിട്ടുള്ള ആൾക്കാർ സുന്ദർബനിലെ ഒരു ദ്വീപിൽ എത്തുകയും അവർ ഇന്ത്യക്കാരാണെന്നും ഹിന്ദുക്കളാണെന്നും അവർക്ക് ഇവിടെ താമസിക്കാനുള്ള അനുവാദം വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അനുവാദം കൊടുക്കാം എന്ന് പറഞ്ഞ അധികാരത്തിൽ കയറിയതായിരുന്നു അന്ന് ബംഗ്ലാദേശിൽ 1977 കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ മറ്റേ സ്വഭാവം ഉണ്ടല്ലോ, തിരിഞ്ഞിന്ന് മൂത്രമൊഴിക്കുന്ന സ്വഭാവം, ആ സ്വഭാവം കാണിച്ചു. എങ്ങനെയെന്ന് വെച്ചാൽ ആ ദ്വീപിന് ഉപരോധം ഏർപ്പെടുത്തി വെടിവെപ്പ് നടത്തി. 30,000 പേരോളം ഉണ്ടായിരുന്ന ആ ദ്വീപിൽ നിന്നും 15,000 പേരെ തിരികെ ബംഗ്ലാദേശിൽ എത്തിയുള്ളൂ. ബാക്കി 15,000 പേര് എവിടെ പോയി? കൊന്നൊടുക്കി എന്നാണ് കണക്ക്. സർക്കാർ കണക്കിൽ 100 ആണെങ്കിലും ചരിത്രകാരന്മാർ എല്ലാം വിശദീകരിച്ചതിൽ നിന്നും 5,000 മുതൽ 10,000 പേരെ കൂട്ടക്കൊല ചെയ്ത സർക്കാരാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ. ഇതെല്ലാം ഇരിക്കുമ്പോഴാണ് അന്ന് ഈ ചുവന്ന കൊടിയും ചുറ്റികയും വെച്ചിട്ട് ഈ നുണയെല്ലാം കൂടി ഇരുന്ന് തള്ളുന്നത്. ഇനി ഗുജറാത്ത് കലാപത്തിൽ ഒന്നും പറയാനില്ല. ഗോദ്രയിൽ ഒരു അടി കിട്ടി, അതിനുള്ള തിരിച്ചടി കിട്ടി. അത് മൊത്തത്തിലുള്ള ഒരു ആക്രമണമായിരുന്നു. അതിനെ ശക്തമായി എതിർത്ത മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി തന്നെയാണ്. നരേന്ദ്രമോദിയുടെ ഉത്തരവിന്റെ പുറത്ത് അവിടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് 200ഓളം ഹിന്ദുക്കളാണ്. ആ കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടി തൊട്ടടുത്ത് കിടന്ന കോൺഗ്രസ് സർക്കാരുകളോട് പോലീസ് സഹായം ചോദിച്ചിട്ട് അത് കൊടുക്കാതിരുന്നതും എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ അമേരിക്കയുടെ കാല് നക്കുകയും അമേരിക്കയുടെ ഷൂ നക്കുകയും ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ വിസ വരെ ക്യാൻസൽ ചെയ്യിച്ചത് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഇന്നും അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയി അമേരിക്കൻ സർക്കാരിന്റെ കാല് നക്കുന്നതും നിന്റെ കൂടെ ഉള്ള ആൾക്കാർ തന്നെയാണ്.
ലോകത്തിൽ ഒരു ശക്തിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ ഭാരതം ഇന്ന് നെഞ്ചും പിരിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഇന്ത്യ ഏതൊക്കെ രാജ്യത്ത് നിന്ന് പെട്രോൾ വാങ്ങും, ഇന്ത്യ ഇറാനിൽ നിന്ന് പെട്രോൾ വാങ്ങും, ഇന്ത്യ റഷ്യയിൽ നിന്നും പെട്രോൾ വാങ്ങും, എത്ര ടൺ പെട്രോൾ വാങ്ങും, ഇതെല്ലാം ഇന്ത്യ എന്ന ഒറ്റ രാജ്യം തന്നെയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ നിന്റെ ഈ കഴുത തലച്ചോറിലോട്ട് ഇതൊന്നും കേറാത്തതിന് കാര്യം നിന്റെ പുറകിലിരിക്കുന്ന ചുമന്ന കൊടിയും അരിവാൾ ചുറ്റികയാണ്. ഇനി നീ പറഞ്ഞ ഉണ്ടച്ചോറിന്റെ നന്ദിന്നും കൂടെ നീ പറഞ്ഞില്ലേ, അതും കൂടെ നീ അറിഞ്ഞു വെച്ചു. കേരളത്തിൽ 5,88,000 അതിദാരിദ്ര്യർ മഞ്ഞക്കാടുകാരുണ്ട്. അവർക്ക് കാടൊന്നിന് 35 കിലോ അരി വീതം നൽകുന്നത് കേന്ദ്ര സർക്കാർ മാത്രമാണ്. 1 മണി അരി സംസ്ഥാന സർക്കാരിൻ്റെതില്ല. കേരളത്തിൽ പിങ്ക് കാർഡ് 29 ലക്ഷം പേരുണ്ട്. കാടൊന്നിന് 5 കിലോ അരിയും 1 കിലോ ഗോതമ്പും 1 കിലോ പയർവർഗവും നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്. 1 മണി അരി സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടില്ല. കഴിഞ്ഞ 2004 മുതൽ 2014 വരെ കേന്ദ്രത്തിൽ സോണിയാഗാന്ധിയുടെ അടിപ്പാവാട അലക്കി നിങ്ങൾ നടന്ന കാലത്ത് കേരളത്തിന് ലഭിച്ചത് 1 ട്രെയിനാണ്. ഇന്നിപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞ 12 വർഷം കൊണ്ട് 40 ട്രെയിനുകൾ കൊടുത്തു. മംഗലാപുരം മുതൽ ഷൊർണൂർ വരെ റെയിൽപാത 4 വരെയാക്കി. ഷൊർണൂർ മുതൽ എറണാകുളം വരെയും എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയും വീണ്ടും റെയിൽപാത 4 വരെയാക്കി ഉയർത്തുന്നുണ്ട്. കേരളത്തിൽ 3 വന്ദേ ഭാരത് ഓടുന്നുണ്ട്. കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ആധുനികവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ ഹൃദയത്തിലൂടെ ഓടുന്ന നാഷണൽ ഹൈവേ അതിൽ വെറും 5,000 കോടി രൂപ കൊടുത്താണ് ഈ കേരളത്തിൽ മാത്രം 65,000 കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ റോഡ് നിർമ്മാണത്തിന്റെ 100% പണവും കേന്ദ്ര സർക്കാരിൻ്റെത്. പദ്ധതിക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നതിന്റെ 75% കേന്ദ്ര സർക്കാരും വെറും 25% സംസ്ഥാന സർക്കാരും. അത് കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന പണത്തെ വെച്ച് നോക്കുമ്പോൾ എത്രയോ തുച്ഛമാണ്. 1.74 ലക്ഷം കോടി രൂപ ചെലവ് വരുന്ന നാഷണൽ ഹൈവേക്ക് 65,000 കോടി രൂപയ്ക്ക് മേൽ ചെലവ് വരുന്നത് കേരളത്തിൽ മാത്രമാണെന്ന് നീ ഓർക്കണം. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഈ വാക്ക് കേട്ട് നീ എന്തോ വലിയ കൊണാണ്ടറാണെന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവന്മാർക്കുള്ള മറുപടിയാണ് ഇപ്പൊ ഞാനീ തന്നത്. പരമാവധി സ്ഥലത്തുനിന്ന് കിട്ടാനുള്ള വാട്സപ്പ് അറിവുകളും കുറെ നുണകളും പിന്നെ തനതായിട്ട് തനിക്ക് പിന്നിലിരിക്കുന്ന ചുവന്ന കൊടിയിലും അരിവാൾ ചുറ്റിയിലും കിട്ടിയിട്ടുള്ള മണ്ടത്തരവും കൊണ്ട് നീ സ്വയം വീട്ടിലിരുന്ന് നാട്ടുകാരോട് സംസാരിച്ചാൽ മതിയോ? സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് തിരിച്ചു പറയാൻ ഇവിടെ ആൾക്കാരുണ്ടാവും. ഇന്ന് നരേന്ദ്രമോദിയും അംബാനിയും ഉള്ളത് കൊണ്ട് മാത്രമാണ് നീ വീട്ടിൽ ഇരുന്ന് കൊണയടിക്കുന്നത്, നാട്ടുകാർ മുഴുവൻ നിന്റെ വീഡിയോ കാണുന്നത്. അംബാനിയും നരേന്ദ്രമോദിയും ഇല്ലാതെ 2004 മുതൽ 2014 വരെ കേന്ദ്ര സർക്കാരിന്റെ കാല് നക്കി നിന്റെ പാർട്ടി അടക്കം ഭരിച്ചിരുന്ന സമയത്ത് 2G മാത്രമാണ് അലൗഡ് ചെയ്തിരുന്നത്. ലോകത്ത് 3G ഉണ്ടായിട്ടും വെറും 2GB നെറ്റ് ഒരു മാസത്തേക്ക് 125 രൂപ കൊടുത്ത് ചൊരണ്ടി ഉണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും എല്ലാ മൊബൈൽ ഭീമന്മാരെയും താഴെ ഇറക്കി ഇന്നിപ്പോൾ 5G അൺലിമിറ്റഡ് 4G എല്ലാം തന്നെ 300-350 രൂപ നിരക്കിൽ നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് വില കുറച്ച് കിട്ടുന്ന ഒരു രാജ്യം ഇന്ത്യ ആണെന്ന് കൂടി നീ അറിയണം. ഇന്ന് ഇറാൻ അമേരിക്ക യുദ്ധം നടന്നിട്ട് പോലും ഇന്ത്യയുടെ 28 കപ്പലുകൾ ഇന്ത്യക്ക് വേണ്ടി മാത്രം ഹോർമൂസ് കടലിടുക്ക് വഴി വിടാൻ ഇറാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതാണ് ആമ്പിള്ളേർ നാട് ഭരിച്ചാലുള്ള ഗുണം. നിങ്ങൾ കാലുനക്കി കേന്ദ്രം ഭരിച്ചിരുന്ന സമയത്ത് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, മൻമോഹൻ സിംഗ്. അമേരിക്ക ഇറാനിൽ നിന്ന് മേടിക്കാൻ പറഞ്ഞാൽ ഇറാനിൽ നിന്ന് മേടിക്കും. അമേരിക്ക പാകിസ്ഥാനെ തിരിച്ചടിക്കേണ്ടെന്ന് പറഞ്ഞാൽ അപ്പോഴടിക്കാതിരിക്കും. തീവ്രവാദികൾ കയറി നിരങ്ങിയിട്ട് പോലും നിങ്ങളുടെ പാർട്ടിയുടെ പിന്തുണയോട് കൂടി ഭരിച്ച ഒരു ഊള കേന്ദ്ര സർക്കാർ ഇന്ത്യ ഭരിച്ചിരുന്നു. ആ നിലവാരത്തിൽ നിന്ന് നിന്റെയൊക്കെ ബുദ്ധി ഇത്തിരിയെങ്കിലും വളരുമെന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ 4Gയും 5Gയും AI ടെക്നോളജി വരെ വന്നിട്ടുള്ളത്. എന്നിട്ടും നീ ഇങ്ങനെ ചിന്തിക്കുന്നതിന് കാര്യം, നിന്റെ തലയിലോട്ട് വെളിച്ചം എത്താത്തതിന് കാര്യം ആ പുറകിലിരിക്കുന്ന ചുവന്ന കൊടിയും അരിവാൾ ചുറ്റിയാണ്. അത് മാറ്റി അവിടെ ഒരു ലൈറ്റ് ഇട്, ട്യൂബ് ലൈറ്റ് ഇട്ടോ. ഇപ്പൊ സ്മാർട്ട് ബൾബുകളാ, പെട്ടെന്ന് കത്തും.